ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോളിടെക്നിക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് റെഗുലർ അഡ്മിഷൻ, ലാറ്റർ എൻട്രി അഡ്മിഷൻ, എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പോളിടെക്നിക് കോളേജുകളിൽ ഡിപ്ലോമ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക. വെബ്സൈറ്റിലെ ലിങ്ക് polyadmission.org നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാവുന്നതാണ്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ 2025-26 എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ലാറ്റർ എൻട്രി വഴി അപ്ലൈ ചെയ്യുന്നവർ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതേപ്പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വൺ ടൈം രജിസ്ട്രേഷൻ റെഗുലർ എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേണം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫീസ് പേയ്മെൻറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പ്രോസ്പെക്ടസ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രോസ്പെക്ടസ് ഇംഗ്ലീഷ് എന്നുണ്ട്. നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസ്പെക്ടസ് നിങ്ങളുടെ മൊബൈലിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാവൂ. കാരണം നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സമയമുണ്ട്, ധൃതി പിടിച്ച് സമർപ്പിക്കേണ്ട. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇവിടേക്ക് താഴേക്ക് വന്നതിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലാസ്റ്റ് ഡേറ്റ് ഫോർ വൺ ടൈം രജിസ്ട്രേഷൻ ഫീ റെമിറ്റൻസ് എന്ന് പറയുന്നത് ജൂൺ 10 ആണ്. ജൂൺ 10-നുള്ളിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് ഫീസ് അടച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. പോളിടെക്നിക്കിലേക്ക് നമ്മൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 200 രൂപയാണ്. ജനറൽ കാറ്റഗറിക്ക് 200 രൂപയും SC/ST കുട്ടികൾക്ക് 100 രൂപയുമാണ്. അപ്പോൾ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് ഈ ഒരു ഫീസ് അടച്ചതിന് ശേഷമാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ 2 സ്ട്രീം കാണാൻ സാധിക്കും. അതായത് ഡിപ്ലോമ പ്രോഗ്രാമിൽ 2 സ്ട്രീം ഉണ്ട്. അതിൽ സ്ട്രീം 1 ആണ് മെയിൻ സ്ട്രീം. അതായത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പറയുന്നത് സ്ട്രീം 1 ആണ്. ഇനി സ്ട്രീം 2 എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് അഥവാ DCP, നമ്മൾ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ആ ഒരു കോഴ്സുകളൊക്കെയാണ് മാനേജ്മെൻറ്റിൽ വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം കോഡിലുണ്ട്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. കേരളത്തിലെ മുഴുവൻ പോളിടെക്നിക്കിലേക്കും നിങ്ങൾക്ക് ഈ ഒരൊറ്റ അപേക്ഷ സമർപ്പിച്ചാൽ മതി. നമുക്ക് മാക്സിമം 30 ഓപ്ഷൻ വെക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ 30 കോളേജുകൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 30 ബ്രാഞ്ചുകൾ സെലക്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പ്രിയോറിറ്റി നിങ്ങൾ ഗവൺമെൻറ് കോളേജുകൾ വെക്കുക. അപ്പോൾ നമുക്കവിടെ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ ഗവൺമെൻറ് കോളേജുകളിൽ. അതും നിങ്ങൾ വാർഷിക വരുമാനം കുറവുള്ള കുട്ടികൾക്ക് ഫീസും ഇല്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷമുള്ള ഗവൺമെൻറ് എയ്ഡഡ് ആണ്. പിന്നെ ഗവൺമെൻറ് കൺട്രോൾഡ് IHRD, കേപ്പ്, LBS അങ്ങനെയുള്ള കോളേജുകളുണ്ട്. ഇനി അതല്ല സെൽഫ് ഫിനാൻസിങ് കോളേജ്, അതായത് പ്രൈവറ്റ് കോളേജുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങളിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് മെയിനായിട്ടുള്ളത് നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റാണ്, SSLC. പിന്നെ അതല്ലാതെ നിങ്ങളുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, EWS ഒക്കെ ഉള്ളവർ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയൊക്കെയുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ അഡ്മിഷൻ സമയത്ത് ഒറിജിനൽ ഹാജരാക്കണം. ഓക്കെ, അതുപോലെ തന്നെ ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. എല്ലാ ഡീറ്റെയിലും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ അഡ്മിഷൻ സമയത്തേക്ക് റെഡിയാക്കിക്കൊള്ളുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ 10ാം ക്ലാസ് പരീക്ഷയുടെ മാർക്കിൻ്റെ ഇൻഡെക്സ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ആ ഒരു ഇൻഡെക്സ് സ്കോറിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രീം 1 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ് സ്ട്രീം 1. അപ്പോൾ അതിനകത്ത് കൺസിഡർ ചെയ്യുന്നത് നിങ്ങളുടെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്ട്രീം 2 നമ്മൾ പറഞ്ഞല്ലോ, അത് മാത്സും ഇംഗ്ലീഷും മാത്രമേ വെച്ചിട്ടാണ് അവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ മാർക്ക്, നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് മാർക്കിൻ്റെയും നിങ്ങളുടെ റിസർവേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം, നിങ്ങൾക്ക് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം അടയ്ക്കേണ്ട ഫീസിൻ്റെ ഡീറ്റെയിൽ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജുകളിലാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ, ഗവൺമെൻറ് എയ്ഡഡ് പോളിടെക്നിക്കിലാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ അടയ്ക്കേണ്ട ഫീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്ന ആ ഒരു എമൗണ്ടാണ് നമ്മൾ അഡ്മിഷൻ ലഭിക്കുമ്പോൾ അടയ്ക്കേണ്ടത്. ഇത് കൂടാതെ ഒരു PTA ഫണ്ടും യൂണിഫോമിന് വേണ്ടി ഒരു എമൗണ്ടും കാണും. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഇതിൽ തുടർന്ന് വരുന്ന വീഡിയോയിലൊക്കെ നമ്മൾ ആ ഒരു PTA ഫണ്ടിനെ പറ്റിയൊക്കെ പറയാം. അപ്പോൾ പിന്നെ തൊട്ട് താഴേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ വരുന്നത് ഗവൺമെൻറ് കോ ഷെയറിംഗ് IHRD പോളിടെക്നിക് കോളേജിൻ്റെ ഫീസ് ഡീറ്റെയിൽ ആണ്. ഇതിലെല്ലാം അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീസാണ് നമ്മൾ അഡ്മിഷൻ സമയത്ത് അടയ്ക്കേണ്ടത്. പിന്നെ താഴേക്ക് വരുമ്പോൾ കേപ്പ് കോളേജുകളുടെ ഫീസുണ്ട്. തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസ് പ്രൈവറ്റ് കോളേജിൻ്റെ ഫീസുണ്ട്. അപ്പോൾ ഈ ഒരു ഫീസ് കൂടെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാവൂ. ഓക്കെ,
അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അനക്ഷർ ആൻഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജ്, പ്രോഗ്രാം കോഡ്സ്, അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെയൊക്കെ കോഡ് എന്തൊക്കെയാണ്, മറ്റുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അപ്പോൾ ആവശ്യമുള്ള എന്താണോ അത് ഓപ്പൺ ചെയ്യുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജ് ആൻഡ് പ്രോഗ്രാം ആണ്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ശേഷം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊക്കെയാണ് ഗവൺമെൻറ് കോളേജുകൾ, ഏതൊക്കെയാണ് ഗവൺമെൻറ് എയ്ഡഡ്, ഏതൊക്കെയാണ് IHRD, ഏതൊക്കെയാണ് കേപ്പ്, സെൽഫ് ഫിനാൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളാണ്, അവിടെ ഏതൊക്കെ ബ്രാഞ്ചുകളുണ്ട് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച് ഉണ്ടോ എന്നൊക്കെ കൺഫേം ചെയ്ത് അവിടെ എത്ര സീറ്റ് ഉണ്ട്, എന്താണ് അതിൻ്റെ കോഡ് എന്നൊക്കെ കാണാൻ സാധിക്കും. ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാവൂ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഓപ്ഷൻസ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ മാത്രം വെക്കുക. അതായത് നിങ്ങൾ എന്താണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിലാണ് താല്പര്യമെങ്കിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടറിലാണ് താല്പര്യമെങ്കിൽ കമ്പ്യൂട്ടർ, ഓട്ടോമൊബൈലിലാണ് താല്പര്യമെങ്കിൽ ഓട്ടോമൊബൈൽ, മെക്കാനിക്കലാണ് താല്പര്യമെങ്കിൽ മെക്കാനിക്കൽ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ഓപ്ഷൻസ് മാത്രം വെക്കുക. ഓക്കെ, കാരണം ഈ ഒരു സബ്ജക്റ്റ് പഠിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പഠിക്കാൻ താല്പര്യം തോന്നത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് വെക്കുക. നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് വേണം ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി. നിങ്ങൾ ഓപ്ഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുന്നതായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ളത്. അതിനുശേഷം അത് കിട്ടിയില്ലെങ്കിൽ അടുത്തത് വേണ്ടത് ഓപ്ഷൻ നമ്പർ 2, 3, അങ്ങനെ നിങ്ങൾക്ക് 30 ഓപ്ഷൻ വെക്കാം. നിങ്ങൾക്ക് 30 കോളേജുകൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 30 ബ്രാഞ്ചുകൾ സെലക്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കുക. നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് കോളേജുകൾ കൂടാതെ നിങ്ങൾ മറ്റുള്ള കോളേജുകളിലൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 30 ഓപ്ഷൻ കൊടുക്കാം, 20 ഓപ്ഷൻ കൊടുക്കാം, 10 ഓപ്ഷൻ കൊടുക്കാം, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ മാർക്ക് തീരെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഓപ്ഷൻ കൊടുക്കുക. അതിൽ നിങ്ങൾ പ്രൈവറ്റ് കോളേജുകളിലൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ എല്ലാവരും ഗവൺമെൻറ് കോളേജുകളായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വെക്കുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ള കോളേജുകൾ അവർ പ്രിഫറൻസ് വെക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജും ഇഷ്ടമുള്ള ബ്രാഞ്ചുകളും ഒക്കെ കൺഫേം ചെയ്തു പ്രോസ്പെക്ടസ് എല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നേരെ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഒരു പേജ് ഓപ്പൺ ആവും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ താഴേക്ക് വരിക, പ്രൊസീഡ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. അവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതായത് 10ാം ക്ലാസ് ആണല്ലോ നമ്മുടെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ SSLC അല്ലെങ്കിൽ THSLC, CBSE ഏതാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഏത് വർഷമാണ് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായത് അതവിടെ കൊടുക്കുക. ഏതാണ് നിങ്ങളുടെ എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അത് കൊടുക്കുക. ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കണം. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 200 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. SC/ST കുട്ടികൾക്ക് 100 രൂപയാണ്. നിങ്ങൾ ആ ഒരു ഫീസ് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയായി. ഇനി ആ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ ചെക്ക് റീട്രൈ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. പേയ്മെൻറ്റ് ഇഷ്യൂസ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റിൻ്റെ ഇതോ അല്ലെങ്കിൽ മറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് അസ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പോളിടെക്നിക്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം? കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ വേണ്ടി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂസർ നെയിമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ, പാസ്വേഡായിട്ട് ആ മൊബൈലിലേക്ക് വന്ന OTP അല്ലെങ്കിൽ പാസ്വേഡ്, ഈ ഒരു പാസ്വേഡ് യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്തിട്ട് വേണം നമ്മൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം സബ്മിഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. വൺ ടൈം രജിസ്ട്രേഷൻ കൊണ്ട് നിങ്ങളുടെ അപേക്ഷ പൂർണ്ണമാകുന്നില്ല. കാൻഡിഡേറ്റ് ലോഗിൻ വഴി ആപ്ലിക്കേഷൻ സമർപ്പിച്ചാൽ മാത്രമേ അപേക്ഷ പൂർണ്ണമാവുകയുള്ളൂ. അതുപോലെ നിങ്ങൾ ഈ വൺ ടൈം രജിസ്ട്രേഷൻ കൊടുക്കുന്ന ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതും ആക്റ്റീവ് ആയിരിക്കണം. അതിലേക്കായിരിക്കും നമ്മുടെ പോളിടെക്നിക് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മെസ്സേജുകളും വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫീസ് അടച്ചതിൻ്റെ ആ ഒരു ഡീറ്റെയിലും അതുപോലെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. പിന്നെ ഉള്ള അലോട്ട്മെൻറ്റ് സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും സംശയം, പല കുട്ടികളും കമൻറ്റ് ചെയ്യാറുണ്ട്, ഞാൻ ആ രജിസ്ട്രേഷൻ നമ്പർ മറന്നുപോയി, അല്ലെങ്കിൽ മൊബൈൽ വർക്ക് ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്താതിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതേപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ചെയ്ത വീഡിയോസ് എല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ഓരോ വർഷങ്ങളിലുള്ള പ്രൊസീജിയർ എങ്ങനെയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തുടർന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.